അപ്പോൾ ദുബായിലെ സ്കൂള് ലീവ് തുടങ്ങി ഞങ്ങൾ നാട്ടിലെത്തി. നാട്ടിലെല്ലാം ഒന്ന് കറങ്ങി വീട്ടിലൊക്കെ പോയി. പിന്നെ ഇപ്പോൾ അവസാനം ഞങ്ങൾ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെന്നൈയിൽ വന്നതിന് ശേഷം ഇത് ചെറിയൊരു യാത്ര, ഒരു 10 ദിവസത്തിൻ്റെ ഒരു ചെറിയൊരു ഹോളിഡേ ആണ്. അപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ നിന്നാണ് ഒരു 10 ഡേയ്സ് ഹോളിഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് വീണ്ടും പാക്ക് ചെയ്ത് റെഡിയായി. അപ്പോൾ എവിടേക്കാണെന്ന് ഞാൻ മെല്ലെ പറയാം. അപ്പോൾ ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെക്കിനൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പോൾ രാവിലത്തെ ഉച്ചത്തെ ഫ്ലൈറ്റ് ആയ കാരണം രാവിലെ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ലോഞ്ചിൽ കയറി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തു. അവിടെ ചെന്നൈ എയർപോർട്ടിലെ ലോഞ്ച് നല്ല അടിപൊളി ലോഞ്ചാണ് കേട്ടോ. അവിടുത്തെ ഭക്ഷണം ഇതൊക്കെ നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഭക്ഷണമായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും നല്ല ഇഡ്ഡലി, വട, പൊങ്കൽ, സാമ്പാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഫുള്ളായിട്ട് തന്നെ കഴിച്ചു. കാരണം ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ചൂസ് ചെയ്തത് ഇൻഡിഗോ ആണ്. അപ്പോൾ ഇൻഡിഗോയിൽ ഏതായാലും ഭക്ഷണം നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഇൻഡിഗോയിലെ ഭക്ഷണത്തിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം എക്സ്ട്രാ ബുക്ക് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഒക്കെ സെറ്റിലായി. ഇനിയിപ്പോൾ ഇതുവരെ ഞാൻ എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ഥലത്ത് എത്തിയതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഒരു 4.5 മണിക്കൂറിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കുറേ നേരം ഫ്ലൈറ്റിൽ ഇരുന്ന് ബോറടിച്ച് ഒരു വഴിയായി. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങിയൊന്ന് എഴുന്നേറ്റൊന്ന് താഴത്തേക്ക് നോക്കിയപ്പോഴാണ് ഇതുപോലെ ചെറിയൊരു ലൈറ്റൊക്കെ അങ്ങനെ കണ്ടത്. അപ്പോഴാണ് നമ്മൾ എത്താറായി എന്നുള്ളൊരു സമാധാനമായത്. സാനുമോൾക്കാണെങ്കിൽ ബോറടിച്ച് അവളും ഒരു വഴിയായി. കുറച്ച് നേരം അവളും ഉറങ്ങി, ഒരു 1 മണിക്കൂറൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ എത്താറായോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ കാണിച്ച് കൊടുത്തത്. ഇത് നമ്മൾ ഏകദേശം എത്താറായി. കുറച്ച് ബിൽഡിങ്സിൻ്റെ ലൈറ്റൊക്കെയാണെന്ന് തോന്നുന്നു. അതോ ഇനി കടലിലെ മറ്റേ ബോട്ടിലുള്ള ലൈറ്റാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരിത്തിരി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബിൽഡിങ്സിൻ്റെ ലൈറ്റും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ നന്നായിട്ട് അങ്ങോട്ട് സന്തോഷമായി. ഏതായാലും ഇപ്പോൾ എത്താറായി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലാൻഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റും കൂടിയും പൈലറ്റ് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി സന്തോഷമായി. അപ്പോൾ അങ്ങനെ അവിടെ എയർപോർട്ടിൽ ഇറങ്ങി എന്താ പറയുക, ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്ത് എയർപോർട്ടിന് പുറത്തിറങ്ങി. ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ സിംഗപ്പൂർ ഒരു 4-5 ദിവസം ഒരു ടൂറ്. അത് കഴിഞ്ഞിട്ട് ഇനിയും വേറെ സ്ഥലങ്ങളുണ്ട്. വേറെ ഒരു കൺട്രിയിലേക്കാണ് സിംഗപ്പൂർ കഴിഞ്ഞിട്ട് പോണത്. അപ്പോൾ അതെവിടെയാണെന്ന് പറയാം. ആദ്യം നമുക്ക് സിംഗപ്പൂരൊക്കെ ഒന്ന് ചുറ്റി കാണാം. അപ്പോൾ സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്, അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അതും അവരുടെ കൂടെ ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് അവരുടെ വീട്ടിലാണ്. അപ്പോൾ സിംഗപ്പൂർ ഞങ്ങൾ അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. രാത്രി ലേറ്റായി, നന്നായി ഉറങ്ങി എണീറ്റു. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇതാണ് ബെഡ്റൂമിൻ്റെ അവരുടെ വീട്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ മെട്രോ ട്രെയിൻ പോണതൊക്കെ കാണാം. അപ്പോൾ അവർ താമസിക്കുന്നത് ഒരു കോണ്ടോയിലായ കാരണം ഇതുപോലെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസം. അപ്പോൾ അതിൻ്റെ ഈ വീട്ടിലെ ഏത് റൂമിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു വ്യൂ ആണ് കാണുക. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ഇതാണ്. അപ്പോൾ വീട്ടിൻ്റെ പുറത്ത് പോയിട്ട് ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള വ്യൂവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ ഫുള്ള് വില്ലാസൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വില്ലാസ് അതിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ ചെറിയൊരു കാട് പോലെയൊക്കെ കാണാം. സ്ഥലം ഏതായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ചെറിയൊരു മഴ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതുവരെ മഴ വന്നിട്ടില്ല. ഇനി വരുമോ എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും ചെറിയൊരു ചൂടും ഉഷ്ണം ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നോക്കാം. സാധാരണ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ മഴ പെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നോക്കാം ഇനി എങ്ങനെയാണെന്ന്. അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ചിങ്ങനെ റിലാക്സ് ആയിരുന്ന് ഒന്ന് ഉച്ചയായപ്പോൾ
കുട്ടികൾ താഴെ കളിക്കാൻ പോയി. സാധനം അവിടെ ഫ്രണ്ടിൻ്റെ മോളുണ്ട്, അപ്പോൾ അവരും കൂടി താഴെ കളിക്കാൻ പോയി. കളി കഴിഞ്ഞ് അവരുടെ ഇതിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കോയി ഫിഷിൻ്റെ പോണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പോയി ഇരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ റിലാക്സ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് അങ്ങനത്തെ എല്ലാ സ്ഥലവും പെട്ടെന്ന് കാണണം അങ്ങനത്തെ ഒരു ട്രിപ്പല്ല. വളരെ റിലാക്സ് ആയിട്ടുള്ളൊരു ട്രിപ്പ്. നന്നായി റെസ്റ്റ് എടുത്ത് അങ്ങനെ മെല്ലെ പോയിട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാം എന്നുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇവരിത് ഫിഷിനൊക്കെ ഫീഡ് ചെയ്ത് ഫിഷ് ഫുഡൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം റെഡിയായിട്ട് പുറത്ത് പോവാമെന്ന് പറഞ്ഞിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഫീഡ് ചെയ്ത് താഴെ പാർക്കിലൊക്കെ കളിച്ച് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡിയായി. അപ്പോൾ ആദ്യത്തെ ദിവസം പുറത്ത് കറങ്ങാൻ പോകുന്നതിൻ്റെ എൻ്റെ ഒരു കോസ്റ്റ്യൂമാണിത്. ഒരു ഷർട്ടും പിന്നെ റിബ്ഡ് ജീൻസും. അപ്പോൾ അങ്ങനെ രാത്രി ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോവാച്ചിട്ട് ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്ത് ഇറങ്ങി. കാരണം പകൽ കാണുന്നേക്കാളും എനിക്ക് സിംഗപ്പൂർ രാത്രി കാണുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത്. നല്ല ലൈറ്റ്സും ഇതൊക്കെ ആയിട്ട് രാത്രി കുറച്ചും കൂടിയും ലൈവ്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ടാക്സി ബുക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് മെർലിയൻ ഉള്ള ആ ഒരു ഭാഗത്തേക്കാണ്. അവിടുന്ന് തന്നെ മറീന ബേ സാൻഡ്സ് അവിടെ നിന്ന് തന്നെ കാണും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ ഒന്ന് കറങ്ങി കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ നല്ല തിരക്കാണ്. കാരണം ഇതൊരു ടൂറിസ്റ്റ് ഒരു അട്രാക്ഷനും കൂടി ആയ കാരണം നിറയെ നല്ല ടൂറിസ്റ്റുകളുടെ തിരക്കാണ്. പിന്നെ നോക്കിയപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് സ്ഥലം കാണും. കാരണം അവിടെ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ഹോളിഡേ സമ്മർ ഹോളിഡേ ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കുറേ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ആ ഭാഗത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, കുറേ നടന്നു ഒക്കെ ചെയ്തു. എനിക്ക് ഈ ഒരു ഏരിയ ഈ ഒരു സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ബിൽഡിങ്സും അതുകൊണ്ട് നല്ല ആൾക്കാരുടെ തിരക്കും കുറേ എന്താ പറയുക കുറേ വ്യത്യസ്തമായ ആൾക്കാരെയൊക്കെ കാണാനും പറ്റി. മറീന ബേ സാൻഡ്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ മെർലിയൻ്റെ ആ ഭാഗത്തും കറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തരാനും അപ്പുറത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ഇന്ന് കുറേ നടന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ആ ഭാഗത്തൊക്കെ കുറേ നടന്ന് അവസാനം കുറച്ച് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ക്ലാർക്കി ഒരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് കുറേ റെസ്റ്റോറൻറ്റ്സും പബ്ബും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ക്ലോസ് ആയാലും ഇവിടെ എപ്പോഴും
ഫുള്ള് ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ബോട്ട് ഒരു റൈഡ് ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പോയ മറീന ബേ സാൻഡ്സ്, മെർലിയൻ ആ ഭാഗം എല്ലാം ഒന്നും കൂടിയും ആ ബോട്ടിൽ ആ വെള്ളത്തിൽ ഒന്നും കൂടിയും ഒന്ന് കറങ്ങി തിരിച്ച് വരും. അപ്പോൾ അതൊരു 45 മിനിറ്റ്സിൻ്റെ ഒരു ബോട്ട് റൈഡാണ്. അപ്പോൾ അതിലും കൂടി ഒന്ന് പോവാം, കാരണം എല്ലാം ഒന്ന് അടുത്തു കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കടകളുണ്ട്, പബ്ബുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതിലൊക്കെ ചില പബ്സുകളിൽ കുട്ടികളും അലൗഡാണ്. കാരണം മാക്സിമം മിക്കവാറും എനിക്ക് അറിഞ്ഞിടത്തോളം കുറേ പബ്ബിലും ഇതുപോലെ ബാറിലൊക്കെ 18+ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ഇതിലൊക്കെ കുട്ടികളും അലൗഡാണ്. അപ്പോൾ കുട്ടികൾ അലൗഡ് അല്ലാത്ത സ്ഥലത്തൊക്കെ അവർ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ നടന്ന് ഇനിയിപ്പോൾ അത് അടുത്ത് നമുക്ക് ബോട്ടിലും കൂടി ഒന്ന് റൗണ്ട് അടിക്കാം. അപ്പോൾ അങ്ങനെ ബോട്ടിൽ റിവർ എക്സ്പീരിയൻസ്, സിംഗപ്പൂർ റിവർ എക്സ്പീരിയൻസ്, അപ്പോൾ അതിനുള്ള ടിക്കറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ടിക്കറ്റും കൂടി എടുത്ത് ഇപ്പോൾ ഇത് ലാസ്റ്റ് റൈഡാണിത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഈ ഒരു ബോട്ട് റൈഡിൻ്റെ ഇന്നത്തേക്ക് അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ബോട്ട് ഒരു റൈഡിന് പോയിരിക്കുകയാണ്. അപ്പോൾ അത് വരണവരെ ഒരു 5-10 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ബോട്ടും വന്നു. ബോട്ടിൽ കയറി നമ്മുടെ ക്ലാർക്കി സെൻട്രൽ, അപ്പോൾ അവിടുത്തെ ചുറ്റുമുള്ളൊരു വ്യൂ ആണ്. അതിപ്പോൾ സൈഡിലൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സും തായ്, വിയറ്റ്നാം, ചൈനീസ്, ജാപ്പനീസ്, പിന്നെന്താ പറയുക, ഇന്ത്യൻ, അങ്ങനെ പല റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. ഇപ്പോൾ റോഡിൻ്റെ നടുക്ക് ഇതെന്താ പറയുക, ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി നമ്മൾ ഈ വഴിക്കൂടിയൊക്കെ നമ്മൾ ഇറങ്ങി പോയതാണ്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നിന്ന് നമ്മൾ മറീന ബേ സാൻഡ്സ് ആ ഭാഗത്തൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതല്ലേ. അപ്പോൾ ആ സൈഡ് കൂടിയൊക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടിയൊക്കെ ബോട്ടിൽ പോകും. നമ്മൾ മെർലിയൻ്റെ അവിടെയൊക്കെ നിന്ന് എടുത്തത്. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ ബോട്ട് കൂടി പോകുമ്പോൾ ഇങ്ങനെ ചുറ്റുമുള്ള അതൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ ഇങ്ങനെ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈ രാത്രി സമയത്ത് നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ഇത് ഈ ഒരു സംഭവം, ഈ ഒരു റൗണ്ടായിട്ട് ആ ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഉള്ളത്, അത് ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് ആപ്പിൾ ഷോറൂമാണത്. ഇപ്പോൾ ആപ്പിൾ പ്രോഡക്ട്സ്, ഐഫോണും ഐപാഡും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഈ മറീന ബേ സാൻഡ്സിൽ അത് ഒരു മോളും കൂടിയും ഉണ്ട് അവിടെ. ഭയങ്കര ഒരു ലക്ഷറി പ്രോഡക്ട്സൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു മോളാണ്. ഹൈ എൻഡ് ലക്ഷറി, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലക്ഷറി ബ്രാൻഡ്സൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചുറ്റി വന്നപ്പോൾ ആ ഫ്ലോട്ടിംഗ് ആപ്പിൾ ഷോറൂമാണത്. അപ്പോൾ അതും ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ലക്ഷറി ബ്രാൻഡ്സൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലം. അതായത് ഷാനൽ എൽഫി, ലൂയി വിറ്റോൺ ഇതൊക്കെ വാങ്ങിക്കാൻ ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല ഒറിജിനലായിട്ടുള്ള ബ്രാൻഡഡ് സാധനം നമുക്കവിടെ കിട്ടുകയും ചെയ്യും. 45 മിനിറ്റ്സ് ഈ റിവർ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് എവിടെ കയറിയോ അവിടെ തന്നെ തിരിച്ച് വന്ന് ഇറങ്ങി. എന്നിട്ട് അപ്പോൾ അവിടെ ഇറങ്ങിയത് എല്ലാവർക്കും അപ്പോഴേക്കും ഭയങ്കര വിശപ്പൊക്കെ ആയി. അപ്പോൾ അങ്ങനെ നടന്ന് ഏത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണ് കുട്ടികളെ അലൗഡ് ഉള്ളതെന്ന് നോക്കി അങ്ങനെ ഞങ്ങളിത് ഉള്ളിൽ ഈ ഒരു പബിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഡാൻസും ഇതെല്ലാം ഉണ്ട്, ഒരു സൈഡിൽ ആൾക്കാരിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെയായിട്ട് നല്ലൊരു ലൈവ്ലി ആയിട്ടുള്ള ഒരു പബ്ബായിരുന്നു അത്. അപ്പോൾ അത് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങി. ഇപ്പം തന്നെ മണി 2 മണിയാണ് സമയം. അപ്പോൾ ഇനിയിപ്പോൾ ഇനി വീട്ടിൽ എത്തി നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഇപ്പം തന്നെ കുറേ നടന്ന് ഇങ്ങനെ ഇതായപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പം ഇനി വീട്ടിലെത്തി നന്നായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് ഇനി നാളത്തെ പിറ്റേ ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് മെല്ലെ വേണമായിരുന്നു പ്ലാൻ ചെയ്യാൻ.